ടീച്ചർ അക്കാദമിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. DLEDന്റെ വിവിധ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ എല്ലാവരും കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഈ ഒരു വീഡിയോയിലൂടെ ഉത്തരം ലഭിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. DLEDുമായിട്ട് ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റ്, ഇന്റർവ്യൂ തുടങ്ങിയ മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്റർവ്യൂവിന് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം, ഇന്റർവ്യൂ സമയത്ത് എന്തൊക്കെ രേഖകൾ അതായത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം, കോളേജ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടും, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിനകത്ത് ചർച്ച ചെയ്യാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടീച്ചർ അക്കാദമി. ആദ്യമായി റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങൾ പറയാം. ഓരോ ജില്ലയിലെയും ഗവൺമെന്റ് എയ്ഡ് റാങ്ക് ലിസ്റ്റ്, സെൽഫ് ഫിനാൻസ് അല്ലെങ്കിൽ അൺഎയ്ഡ് റാങ്ക് ലിസ്റ്റ്, ഇങ്ങനെ രണ്ട് തരത്തിലാണ് റാങ്ക് ലിസ്റ്റ് വരിക. റാങ്ക് ലിസ്റ്റുകളും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. മിക്കവാറും ജില്ലകളിൽ ആദ്യം തന്നെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്യാറുള്ളത്. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ ഇന്റർവ്യൂ കഴിഞ്ഞുമാണ് സെൽഫ് ഫിനാൻസിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുള്ളത്. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും അതിനകത്ത് ഒരു മെയിൻ ലിസ്റ്റും അതേപോലെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റുമാണ് ഉണ്ടാവുക. മെയിൻ ലിസ്റ്റിന് പൊതുവെ സെലക്ഷൻ ലിസ്റ്റ് അതേപോലെ ഷുവർ ലിസ്റ്റ് എന്നും പറയാറുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റിന്റെ കേസിൽ പൊതുവെ എല്ലാ ജില്ലകളിലും വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് തന്നെയാണ് വരാറുള്ളത്. ചില ജില്ലകളിൽ വെയിറ്റിംഗ് ലിസ്റ്റും അതേപോലെ സപ്ലിമെന്ററി ലിസ്റ്റും വരാറുണ്ട്. മെയിൻ ലിസ്റ്റ്, ഷുവർ ലിസ്റ്റ് അതേപോലെ സെലക്ഷൻ ലിസ്റ്റ്, ഈ മൂന്നും ഒന്നാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് വരുന്ന എല്ലാ കുട്ടികൾക്കും, ഈ ലിസ്റ്റിനകത്ത് വരുന്ന എല്ലാ കുട്ടികൾക്കും ഉറപ്പായും അഡ്മിഷൻ ലഭിക്കും. അവർക്ക് കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ വരാതിരിക്കുന്നതിന്റെ ആനുപാതികമായിട്ടാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് കുട്ടികളെ എടുക്കുക. വെയിറ്റിംഗ് ലിസ്റ്റ് രണ്ട് തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന് മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും, മറ്റൊന്ന് റിസർവേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ലിസ്റ്റും ഉണ്ടാവും. മാർക്ക് അടിസ്ഥാനത്തിൽ, അതായത് റിസർവേഷൻ ഒന്നുമില്ലാതെ മാർക്ക് അടിസ്ഥാനത്തിൽ മെയിൻ ലിസ്റ്റിൽ വന്നൊരു കുട്ടി വന്നില്ല എങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് മാർക്ക് അടിസ്ഥാനത്തിൽ ഉള്ള കുട്ടിയെയാണ് എടുക്കുക. റിസർവേഷൻ പ്രകാരം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ വരാതിരുന്നു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റിനകത്ത് ഏത് റിസർവേഷൻ ആണോ ആ കുട്ടിക്ക് കിട്ടാൻ കാരണം അതേ റിസർവേഷനുള്ള മറ്റൊരു കുട്ടിയെയാണ് എടുക്കുക. EWS റിസർവേഷൻ പ്രകാരം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കുട്ടി വരാതിരുന്നു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിനകത്ത് നിന്ന് EWS റിസർവേഷനുള്ള കുട്ടിയെ തന്നെയാണ് തിരഞ്ഞെടുക്കുക. അവിടെ മാർക്ക് അടിസ്ഥാനത്തിലല്ല നോക്കുക, പകരം EWS റിസർവേഷനുള്ള കുട്ടിയെ തന്നെയാണ് തിരഞ്ഞെടുക്കുക. SC, ST, OEC, OBC, EWS, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ജവാൻ റിലേറ്റീവ്, ഡിപ്പെൻഡന്റ് ഓഫ് ജവാന്, അതേപോലെ എക്സ് മിലിറ്ററി തുടങ്ങിയ എല്ലാ കാറ്റഗറിയിലും നിന്നുള്ള കുട്ടികൾ വരാതിരുന്നു കഴിഞ്ഞാലും വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നുള്ള അതേ കാറ്റഗറിയിലുള്ള ആളുകളെ തന്നെയാണ് സെലക്ട് ചെയ്യുക. മാർക്ക് അടിസ്ഥാനത്തിലുള്ള കുട്ടികളെ അവിടെ പരിഗണിക്കില്ല, പകരം വെയിറ്റിംഗ് ലിസ്റ്റിനകത്തുള്ള ഇതേ കാറ്റഗറിയിലുള്ള കുട്ടികളെയാണ് മെയിൻ ലിസ്റ്റിലേക്ക് പരിഗണിക്കുക. അതേപോലെ മാർക്ക് അടിസ്ഥാനത്തിൽ മെയിൻ ലിസ്റ്റിൽ വന്ന കുട്ടികൾ വന്നില്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള മാർക്ക് അടിസ്ഥാനത്തിലുള്ള കുട്ടികളെ തന്നെയാണ് പരിഗണിക്കുക. അവിടെ ഇതേപോലെ റിസർവേഷന്റെ കാര്യങ്ങളൊന്നും പരിഗണിക്കില്ല. വെയിറ്റിംഗ് ലിസ്റ്റിനകത്തുള്ള എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല. മെയിൻ ലിസ്റ്റിനകത്ത് നിന്ന് കുട്ടികൾ വരാതിരുന്നാലാണ് വെയിറ്റിംഗ് ലിസ്റ്റിനകത്തുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. വെയിറ്റിംഗ് ലിസ്റ്റിന് 10 മുതൽ 20 കുട്ടികളെയൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട്. ഈ പ്രാവശ്യം വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് കുറെ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം മറ്റെല്ലാ കോഴ്സുകളുടെയും ക്ലാസ് ആരംഭിച്ചിട്ട് ഏകദേശം 3 അല്ലെങ്കിൽ 4 മാസത്തോളമായി. അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഇനി ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള എല്ലാവരും ഇന്റർവ്യൂവിനകത്ത് പങ്കെടുക്കുക. കിട്ടുന്നതും കിട്ടാത്തതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്റർവ്യൂവിനകത്ത് പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഇന്റർവ്യൂവിനകത്ത് പങ്കെടുക്കുക. അങ്ങനെ അവസരം കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് മറ്റുള്ള ഒരാൾക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് തന്നെ ഇന്റർവ്യൂവിനകത്ത് ഹാജരാവുക. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിലും അതേപോലെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ കൃത്യസമയത്ത് തന്നെ ഇന്റർവ്യൂവിനകത്ത് പങ്കെടുക്കുക. ഇന്റർവ്യൂ നടക്കുന്ന സമയങ്ങൾ ഓരോ ജില്ലയുടെയും വെബ്സൈറ്റിൽ കൃത്യമായിട്ട് നൽകാറുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റ് അറിയില്ല അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്താൽ മതിയാകും. ഗ്രൂപ്പിനകത്തും ഈ ചാനലിലും കൃത്യമായി റാങ്ക് ലിസ്റ്റ് വരുന്നതും അതേപോലെ ഇന്റർവ്യൂ സമയങ്ങൾ കൃത്യമായിട്ട് അറിയിക്കും. ചില ജില്ലകളുടെ കേസിൽ അവർ ഇന്റർവ്യൂ ലെറ്റർ അയക്കാറുണ്ട്. ഇന്റർവ്യൂ ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും മെയിൻ ലിസ്റ്റിലോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇന്റർവ്യൂ കാർഡ് നിർബന്ധമല്ല. മറ്റ് ജില്ലകളിലൊക്കെ അപേക്ഷ കൊടുത്തവരാണെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ ഇന്റർവ്യൂ കാർഡ് എത്താൻ ലേറ്റ് ആവും. ചിലപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടൊക്കെ ഇന്റർവ്യൂ കാർഡ് കിട്ടിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് വെബ്സൈറ്റ് പരിശോധിക്കുക, അല്ലെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുക. ഓരോ ജില്ലയുടെയും റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മെയിൻ ലിസ്റ്റിനും അതേപോലെ വെയിറ്റിംഗ് ലിസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഇന്റർവ്യൂ നടക്കുക. ചില ജില്ലകളിൽ അതേ ദിവസം തന്നെ ഇന്റർവ്യൂ നടക്കും. രാവിലെ മെയിൻ ലിസ്റ്റിനും ഉച്ചയ്ക്ക് ശേഷം വെയിറ്റിംഗ് ലിസ്റ്റിനും എന്നുള്ള രീതിയിൽ നടക്കും. ചില ജില്ലകളിൽ
മെയിൻ ലിസ്റ്റ് ഇൻ്റർവ്യൂ ഒരു ദിവസമായിരിക്കും, വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ മറ്റൊരു ദിവസമായിരിക്കും. അതും കൃത്യമായിട്ട് വെബ്സൈറ്റിനകത്ത് ഉണ്ടാവും, നമ്മുടെ ഗ്രൂപ്പിനകത്തും അറിയിക്കും. ഗവൺമെൻറ് എയ്ഡ് റാങ്ക് ലിസ്റ്റ് ഒരുമിച്ചാണ് പബ്ലിഷ് ചെയ്യുക. അതിനകത്ത് സയൻസ് വേറെ, കൊമേഴ്സ് വേറെ, ഹ്യൂമാനിറ്റീസ് വേറെ എന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ഓരോ റാങ്ക് ലിസ്റ്റിനകത്തും മെയിൻ ലിസ്റ്റും അതേപോലെ വെയിറ്റിംഗ് ലിസ്റ്റും ഉണ്ടാവും. ഫിനാൻസിന്റെ കേസിലും ഇതേപോലെ തന്നെ സയൻസിന് വേറെ, കൊമേഴ്സിന് വേറെ, ഹ്യൂമാനിറ്റീസിന് വേറെ എന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് റാങ്ക് ലിസ്റ്റ് വരും. അതിനകത്തും മെയിൻ ലിസ്റ്റ് അതേപോലെ വെയിറ്റിംഗ് ലിസ്റ്റും ഉണ്ടാവും. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്റർവ്യൂവിന് എങ്ങനെ തയ്യാറാകണം എന്നുള്ളതാണ്. ഇന്റർവ്യൂവിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം കൃത്യമായിട്ട് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ടാവും. ചില ജില്ലകളിൽ ഇന്റർവ്യൂ കാർഡ് അയക്കാറുണ്ട്. ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ എത്തിച്ചേരണം. ലേറ്റ് ആവാൻ പാടില്ല. കൃത്യം 9 മണിക്കാണ് രജിസ്ട്രേഷൻ പറയുന്നതെങ്കിൽ 9 മണിക്ക് തന്നെ കൃത്യമായിട്ട് ഹാജരാകണം. ഇന്റർവ്യൂവിനകത്ത് പ്രധാനമായും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. നിങ്ങൾ അപേക്ഷാ സമയത്ത് കാണിച്ചിരിക്കുന്ന എല്ലാ യോഗ്യതകളും നിങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അഥവാ ഇന്റർവ്യൂവിനകത്ത് നടക്കുന്നത്. അതിനകത്ത് പ്രധാനമായും SSLC, +2 റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് എന്നിവ പരിശോധിക്കും. മെയിൻ ലിസ്റ്റിലുള്ളവരാണെങ്കിൽ നിങ്ങൾ TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്നിവയും ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം. അതിനകത്ത് TC നിങ്ങൾ ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നതാണ്. TCക്ക് വാലിഡിറ്റി ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര വർഷങ്ങൾക്ക് മുന്നേയുള്ള TC ആണെങ്കിലും ആ ഒരു TC തന്നെ മതിയാകും. കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് 6 മാസത്തിനുള്ളിലുള്ളത് തന്നെ വേണ്ടി വരും. അത് പല ജില്ലകളിലും സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ പറയാറുണ്ട് 6 മാസത്തിനുള്ളിൽ വേണമെന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അഥവാ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് പുതുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് പുതുക്കേണ്ടത് എന്നുള്ളത് ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. SC, ST, OEC കാറ്റഗറിക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. OBC കാറ്റഗറിക്ക് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഭിന്നശേഷിക്കാരാണെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. EWS കാറ്റഗറിയിൽപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ EWS ആണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. NCC അതേപോലെ രാജ്യ പുരസ്കാര സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ നിങ്ങൾ ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം. ജവാന്റെ ആശ്രിതര് അതേപോലെ എക്സ് സർവീസ് മാൻ ഒക്കെ ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം. നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോം 42 സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം. ഫോം 42 സർട്ടിഫിക്കറ്റ് എന്താണെന്നും അതെങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കോൺടാക്ട് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് വീഡിയോയ്ക്കകത്ത് തന്നെ ഈ ഒരു ഫോം 14ന്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അതേപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഹാജരാക്കിയാൽ മതിയാകും. വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ വേണ്ടി ഇളവുകൾ ലഭിക്കാറുണ്ട്. 2 ദിവസത്തെ സാവകാശം നിങ്ങൾക്ക് തരാറുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പല കോഴ്സുകളും ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കുട്ടികളും അതിന് ജോയിൻ ചെയ്തവരാവും. ആ വെയിറ്റിംഗ് ലിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ അവിടുന്ന് TC വാങ്ങിക്കഴിഞ്ഞാൽ ആ കോഴ്സും പോവും, ഇവിടെ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഈ കോഴ്സും പോവും. അങ്ങനെ നിങ്ങൾ ഒരു വർഷം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇളവ് തരുന്നത്. നിങ്ങൾ +2 മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിച്ചവരാണെങ്കിൽ, അതായത് കർണാടക, തമിഴ്നാട് പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കേരളത്തിൽ പഠിച്ചവരാണെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് +2 പാസ്സായവരാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകളാണ് ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതായി വരുന്നത്. ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് അനുവദിച്ച സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ എത്താത്ത പക്ഷം തൊട്ടടുത്ത കുട്ടിക്ക് അഡ്മിഷൻ നൽകും. അതായത് നിങ്ങളുടെ അവസരം നഷ്ടമാകും, പിന്നീട് ഒരു അവസരം നിങ്ങൾ ലഭിക്കുന്നതുമല്ല. കാരണം എന്ന് പറഞ്ഞാൽ സീറ്റ് ഫില്ലായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇന്റർവ്യൂ അവസാനിപ്പിക്കൂ. അപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് ഓൾറെഡി കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു സീറ്റ് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സൈറ്റ് ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. ചാനലിനകത്ത് കൃത്യമായി അപ്ഡേറ്റുകൾ വരുന്നതാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതേപോലെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എത്ര പേർക്ക് കിട്ടും, അഥവാ നിങ്ങൾ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂവിന് ഹാജരാവുക. അല്ലാത്ത പക്ഷം നിങ്ങളെക്കാൾ പുറകിലുള്ളവർക്ക് അഡ്മിഷൻ നൽകി അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കുള്ള അവസരം നഷ്ടമാകും. നിലവിലെ മറ്റ് കോഴ്സുകളൊക്കെ ഓൾറെഡി ആരംഭിച്ചത് കൊണ്ട് തന്നെ കൂടുതൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇന്റർവ്യൂവിനകത്ത് SSLC, +2 നേരത്തെ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായിട്ട് നേരിട്ട് തന്നെ ഹാജരാകും. സെൽഫ് ഫിനാൻസിന്റെ കേസിലും ഒരുപാട് വെയിറ്റിംഗ് ലിസ്റ്റിലെ കുട്ടികൾ കിട്ടാറുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ലിസ്റ്റിലും അതേപോലെ സെൽഫ് ഫിനാൻസിന്റെ ലിസ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ വരുന്നവരെന്തായാലും ഗവൺമെന്റിലെ അഡ്മിഷൻ എടുക്കുള്ളൂ. അതേപോലെ മറ്റ് കോഴ്സുകളിലൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിന് കുറേ പേര് പോയിട്ടുണ്ടാവും. സെൽഫ് ഫിനാൻസിൽ കൂടുതൽ പേർക്ക് അഡ്മിഷൻ കിട്ടാറുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക.
വെയിറ്റ് ലിസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സാധ്യത സെൽഫ് ഫിനാൻസിനകത്താണ്. ഫിനാൻസ് കോളേജുകളിൽ മിക്കവാറും ജില്ലകളിൽ സീറ്റുകൾ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിലും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിലും നിങ്ങൾ കൃത്യസമയത്ത് തന്നെ ഇൻ്റർവ്യൂവിന് ഹാജരാവുക. സെൽഫ് ഫിനാൻസ് കോളേജിലാണെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയർ സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഗവൺമെൻറ് കോളേജുകളിലേക്ക് നടക്കുന്ന അതേപോലെ തന്നെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ കേസിലും. ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടും നിങ്ങൾ മെയിൻ ലിസ്റ്റിലോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലോ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഗവൺമെൻറ് കിട്ടാത്ത ഒരുപാട് പേർക്ക് സെൽഫ് ഫിനാൻസിൽ കിട്ടാറുണ്ട്. പൊതുവെ സീറ്റുകൾ കൂടുതലായതുകൊണ്ട് കൂടുതൽ പേര് മെയിൻ ലിസ്റ്റിലും അതേപോലെ വെയിറ്റിംഗ് ലിസ്റ്റിലും ഉൾപ്പെടാറുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ സെൽഫ് ഫിനാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കഴിഞ്ഞ വർഷത്തിനേക്കാൾ എല്ലാ ജില്ലകളും അപേക്ഷകർ കുറവാണ്, അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഡീലറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ഈ ചാനലിനകത്ത് വരുന്നതാണ്. ഗവൺമെന്റ് കോളേജുകളിലേക്കും അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുമുള്ള റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷവും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല എങ്കിൽ പിന്നീട് എങ്ങനെയാണ് DLED അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ള DLEDുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാ കമന്റിനും കൃത്യമായിട്ട് നമ്മൾ മറുപടി കൊടുക്കാറുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക.